ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇത് നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ സിന്ധു കൃഷ്ണയുടെ സിസ്റ്ററിന്റെ മകളാണ് ഈ തൻവി എന്ന് പറയുന്നത്. ഈ പെൺകുട്ടി കാനഡയിൽ സെറ്റിൽഡ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇവർക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് കാനഡയിലൊക്കെ എല്ലാവരും പോയി സെറ്റിൽഡ് ആവാൻ വേണ്ടി കൊതിച്ചിരിക്കുന്ന സമയമാണ് അല്ലേ, അപ്പോൾ അവിടുന്ന് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യയിലേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോൾ പാർട്ട് 1 എന്ന് പറഞ്ഞൊരു വീഡിയോ തൻവി ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അവർ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പൈസയുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സമയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സിന്ധു കൃഷ്ണയ്ക്ക് ഒരു കുറവും ഇല്ല എന്ന് നമുക്കറിയാം. കാരണം വേറൊരു ജോലിയോ കാര്യങ്ങളോ ഒന്നും സിന്ധു കൃഷ്ണ ചെയ്യാറില്ല. അതുപോലെ തന്നെ പൈസയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും തൻവി പറയുന്നത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്നെ കുഞ്ഞിലെ മുതലേ എൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. അപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അപ്പൂപ്പൻ അമ്മൂമ്മ എന്നോട് മക്കളെ വാ നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഓക്കെ അമ്മൂമ്മയ്ക്ക് അപ്പൂപ്പനുണ്ട്, അപ്പൂപ്പൻ അമ്മൂമ്മയുണ്ട്. പിന്നെ കഴിഞ്ഞ 1 വർഷം അപ്പൂപ്പന് ഹോം നേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് വീട് തൂത്തു തുടയ്ക്കാൻ ആളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ചിലവിന് വേണ്ടിയിട്ട് എന്നെക്കൂടെ പറ്റുന്ന അത്രയും ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങളും നോക്കണമായിരുന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ടല്ലേ യുജുവായിട്ട് വീണ്ടും അടുത്തത്. അപ്പോൾ അതുവരെ എന്നെക്കൊണ്ട് വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി അയക്കുമായിരുന്നു. പിന്നെ ഈ ഹോം നേഴ്സിനല്ല വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അയക്കുമായിരുന്നു. അപ്പോൾ അവരുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ പിന്നെ അവരെ വിളിക്കുമ്പോൾ വരാം ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞൊരു കാര്യം, പൈസ എന്ന് പറയുന്ന സംഭവം, അതുപോലെ തന്നെ സമയം എന്ന് പറയുന്നതും. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടി കാനഡയിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ അവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കണമായിരുന്നു ഈ ഒരു അമ്മയ്ക്ക്, അതായത് സിന്ധു കൃഷ്ണയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതായത് അവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ ആരുമില്ല. സോ അതാണ് ഞാൻ സമയത്തിന്റെ കാര്യം പറഞ്ഞത്. അതായത് ഇവരുടെ അമ്മയുടെ തൊട്ടടുത്ത് തന്നെയാണ് സിന്ധു കൃഷ്ണയും ഫാമിലിയും താമസിക്കുന്നത്. സോ ഒന്നെങ്കിൽ അവരുടെ കൂട്ടത്തിൽ കൊണ്ടു നിർത്താം, അല്ലെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. അപ്പൊ അമ്മ ഒറ്റപ്പെടലിന്റെ ഒരു ഇതില്ല. ഇപ്പൊ സിന്ധു കൃഷ്ണനെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, എപ്പോഴും നമ്മള് സിന്ധു കൃഷ്ണയുടെ മോളായിട്ടുള്ള ദിയ കൃഷ്ണയുടെ വീട്ടിലേക്ക് ജോലിക്കാരിയെ കൊണ്ടുപോയിട്ട് പണിയൊക്കെ എടുപ്പിച്ച്, മീൻസ് അവിടുത്തെ കിച്ചണും ക്ലീൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഒരു വേലക്കാരിനെങ്കിലും അവരുടെ വീട്ടിലേക്ക്, ആ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് കാനഡ കിടക്കുന്ന ആ കുട്ടി ഇങ്ങ് വരണ്ടേ, അല്ലെങ്കിൽ അവരുടെ കരിയർ പോലും അവർ മാറ്റി വെച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കാരണം 16 മാസത്തേക്ക് ഇനി ശമ്പളം കിട്ടും, പക്ഷെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് അറിയത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു പാർട്ട് 1 മാത്രമാണ്, പാർട്ട് 2 ഷെയർ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അപ്പൂപ്പൻ ഈ ഇടയ്ക്കാണ് മരിച്ചത്. അതായത് സിന്ധു കൃഷ്ണന്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ കുറച്ച് നാളുകളായതേ ഉള്ളൂ. മരിച്ച സമയത്താണെങ്കിലും നമ്മൾ ഇഷാനി ആണെങ്കിലും അഹാനെ ആണെങ്കിലും സിന്ധു കൃഷ്ണയാണെങ്കിലും ഇവരെല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവരുടെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ വീഡിയോസും ഫോട്ടോസും എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അവർ തമ്മിലുള്ള ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ. പിന്നെ അകൽച്ചയും കാര്യങ്ങളും ഒക്കെ ആ ഒരു ടൈമിൽ ഇവരുടെ അച്ഛൻ മരിച്ച സമയത്ത് ഇവരൊരു വലിയ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓബൈ താമരയിൽ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് വിമർശനങ്ങൾ ഈ ഒരു കൃഷ്ണകുമാർ ഫാമിലിയോട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചിട്ട് ഇത്രയും ആയപ്പോൾ തന്നെ വലിയ ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ഫംഗ്ഷൻ നടത്തി. പക്ഷെ എങ്കിൽ കൂടിയും അവർ വന്ന് നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് വളരെ ചിരിച്ച് സന്തോഷിച്ച ഒരു രീതിയിലാണ്. പക്ഷെ നമ്മൾക്ക് അത്രയും അടുത്ത ഒരാൾ നമ്മളെ വിട്ടു പോയി കഴിയുമ്പോൾ അത്ര പെട്ടെന്നൊക്കെ നമുക്ക് ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും കാണുന്നവർക്ക് തോന്നും. അത് അവരുടെ കമന്റിലൂടെ അവര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചിരിച്ച് സന്തോഷിച്ച് ആ ഒരു ഫോട്ടോയ്ക്ക് അടുത്ത് നിന്ന് ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഈ തൻവിയുടെ വീഡിയോയിലാണെങ്കിൽ പോലും
നമുക്കറിയാൻ പറ്റും അവരുടെ ആദ്യ വീഡിയോസിലൊക്കെ മിക്കവാറും എല്ലാ വീഡിയോസിലും ഈ ഈശാനി ആണെങ്കിലും ദിയ ആണെങ്കിലും അതുപോലെ തന്നെ സിന്ധു കൃഷ്ണ ആണെങ്കിലും അവരെല്ലാം വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള വീഡിയോസ് നോക്കുവാണെങ്കിൽ അവരാരുമില്ല. പിന്നെ ഓമീനെ എത്ര കെയർ ചെയ്ത് അല്ലെങ്കിൽ എത്ര സ്നേഹിച്ച് അവർ നോക്കുന്നോ അതേ രീതിയിൽ തന്നെയായിരുന്നു തൻവിയുടെ മോനെ അവര് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവരുടെ വ്ലോഗിലാണെങ്കിലും അതൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഒന്നും വരാറില്ല. ഈ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. അതായത് തൻവി കാനഡയിലായിരുന്ന സമയത്ത് സിന്ധു കൃഷ്ണയുടെ അമ്മേനെ വീഡിയോ കോൾ വിളിക്കുമ്പം ആ സിന്ധു കൃഷ്ണയുടെ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പാക്കിംഗ് ഒരാള് കുഞ്ഞുവാവ് ഉറങ്ങുവാ. പിന്നെ ടിഷ്യൂ ഒന്ന് കേട്ടെ. ലിയാനെ ഡേ കെയറിൽ പോയി. എന്താണ് ഞാൻ ഡേറ്റ് പറയല്ലേ ഡേറ്റ് ഒന്നും ആരോടാ പറയല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ നമ്മള് വരുമ്പോ അമ്മൂമ്മ വിചാരിക്കും പണ്ടാരം എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നു. ഇത്ര നാൾ സമാധാനം ഉള്ളത് ഞാൻ ഇപ്പഴാണ് അറിഞ്ഞതെന്ന്. എല്ലാ മക്കളെ എന്തായിരുന്നാലും എന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് ആരെടുത്തരും ഇല്ല. ഇപ്പൊ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോലിക്ക് വരുന്ന ആൾക്കാരും നേരെ നിക്കുന്നില്ല. അതാണ് അമ്മൂമ്മയ്ക്കുള്ള ബുദ്ധിമുട്ട്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരു ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരും ഇല്ല. ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല. അത് കാരണം ഇപ്പൊ എനിക്ക് ഇത്രയും BP കൂടി, ഹൈ BP ആണ്. അത്രയ്ക്ക് വയ്യാതെയാണ് മോനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വരട്ടെ, ഞാൻ വന്നിട്ട് വേണം അമ്മൂമ്മേനെ കൊണ്ടേ രാവിലെ എക്സസൈസ് 4 മണിക്ക് എണീക്കണം. 4 മണിക്ക് എണീച്ച് നമ്മള് രാവിലെ CPT നടക്കാൻ പോകും, ഓടാൻ പോകും. ഇവിടെ ഈ അമ്മ പറയുന്നുണ്ട് ആരും ഒരു ഫോൺ കോൾ പോലും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയും അടുത്ത് മോളും 4 മക്കളും ഹസ്ബൻഡും ഒക്കെ കിടക്കുമ്പോൾ ആരും ഫോൺ കോൾ പോലും ചെയ്യാനില്ലാതെ ഒറ്റപ്പെട്ടിട്ട് ആ അമ്മയ്ക്ക് എന്താ പറയാ BP കാര്യങ്ങളും ഒക്കെ കൂടിയിരിക്കുകയാണ്. ഓൾറെഡി അവരുടെ ഭർത്താവ് മരിച്ചിട്ട് ആ ഒരു ഡിപ്രഷനിൽ ഇരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് സംസാരിക്കാനോ പറയാനോ അല്ലെങ്കിൽ അവരുടെ കാര്യം തിരക്കാനോ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടുകളാണ് ആ അമ്മ ഷെയർ ചെയ്യുന്നത്. ഡയറക്റ്റ് അവരുടെ ഫാമിലിനെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്കറിയാം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലാവും ഇവരാരെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ആ അമ്മയെ നോക്കാൻ ആരും ഇല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ, തൻവിയുടെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് ആ കുട്ടി പറയുന്നുണ്ട് തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കുറെ സാധനങ്ങൾ അവിടെ കൂട്ടിയിരുന്നു. കാരണം ആ അമ്മയ്ക്ക് നടക്കാനൊന്നും വയ്യ, ഓരോ പണികളും കാര്യങ്ങളും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ കയറാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ വീട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു നേരം പോലും അവരൊന്ന് പോയി അവർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പൊ സിന്ധു കൃഷ്ണ ആണെങ്കിലും നമുക്കറിയാം, അവരുടെ ബ്ലോഗിലൂടെ നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഇഷ ഏറ്റവും ഇളയ കുട്ടിയുണ്ടല്ലോ ഹൻസിക ഇപ്പൊ കോളേജിൽ പോകുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ കുട്ടീനെ കോളേജിൽ പോകുന്നു, വിളിച്ചുകൊണ്ട് വരുന്നു, അതിനൊക്കെ ടൈമുണ്ട്. അപ്പൊ സ്വന്തം അമ്മയല്ലേ, സ്വന്തം എന്തിന്റെ ഒക്കെ പേരിലാണെങ്കിൽ പോലും സ്വന്തം അമ്മയുടെ അടുത്ത് പോയി ഒന്ന് നോക്കാനായിട്ട് എന്താണ് അവർക്ക് പറ്റത്തില്ലേ? കാരണം പൈസയുടെ രീതിയിലാണെങ്കിലും അവർക്ക് ഒരു കുറവുമില്ല. സമയത്തിന്റെ രീതി, കാരണം 4 പെൺമക്കൾ വളർന്ന് ഇത്രയും ഏജായി സ്വന്തം കാര്യങ്ങൾ നോക്കാനായി. പിന്നെ അവർക്ക് എന്താണ് അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവരുടെ അച്ഛന്റെ അനിയത്തി അപ്പച്ചി എന്ന് പറയുന്ന ഒരാളും ഉണ്ട്. സോ എല്ലാം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മോളുടെ ഫ്ലാറ്റിലേക്ക് ഇടയ്ക്ക് ക്ലീനിങ്ങിന് ആളെയും കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി കൊണ്ടുവരുന്നത് ഈ സിന്ധു കൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ആ ഒരു കാര്യം സ്വന്തം അമ്മയുടെ അടുത്തും കൂടെ ചെയ്തുകൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ട് സ്വത്തിന്റെ കാര്യം. ഇവിടെ കുറച്ച് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എനിക്ക് അതൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ കാനഡയിൽ പോയിട്ട് സ്വന്തമായിട്ട് സെറ്റിൽ ആയിട്ട് അവിടെ ഒരു വീട് വെച്ചിട്ട് ഇവരെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ അവിടെ പോയി ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടു. പക്ഷെ ആ ഒരു ടൈമിലാണ് വെല്ലിച്ചൻ, അതായത് അപ്പൂപ്പൻ മരിച്ചു പോയത്. കാരണം അപ്പൂപ്പൻ എന്നും വാന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീട് ഉണ്ടാക്കാനായിട്ടുള്ള തിരക്കിലും ഇടയിൽ അവരുടെ അടുത്ത് പോകാനോ അവരെ പോയി കാണാനോ പറ്റാത്ത ഒരു വിഷമമൊക്കെ ആ വീഡിയോയിൽ ആ പെൺകുട്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ പിന്നെ ഒന്നും വേണ്ട, ഇനി അമ്മൂമ്മയെ അങ്ങനെ ആകല്ലേ എന്ന് വെച്ചിട്ടാണ് ഇനി ഒന്നും വേണ്ട, നല്ലൊരു അവരൊരു കെയർ ടേക്കർ ആയിട്ടാണ് ആദ്യം അവിടെ ജോലി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പൊ പ്രൊജക്ട് കോർഡിനേറ്ററോ അങ്ങനെ എന്തോ ഒരു പൊസിഷനിലേക്ക് ആകാൻ വേണ്ടിയിട്ടായി, നല്ല പൊസിഷനിലേക്കായി, നല്ല സാലറി ഒക്കെ കിട്ടി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ. അപ്പൊ ഈ അമ്മൂമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് ഓൾറെഡി എന്താ പറയാ പ്രസവം കഴിഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറഞ്ഞ് ഫുൾ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്.
കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് അവർക്ക് വീഡിയോ എടുക്കാനും അതിനും ഇതിനും എല്ലാം സമയം ഉണ്ടായിട്ട് ആ സ്വന്തം അമ്മൂമ്മയുടെ അടുത്തൊന്ന് പൊയ്ക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇന്ന് ഇവരങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളും, അല്ലെങ്കിൽ നാളെ ഇപ്പൊ ഞാൻ പറയുന്നത് ഞാനാണെങ്കിലും നാളെ പ്രായം ചെല്ലും. സോ നമ്മൾക്ക് ആ ഒരു സമയത്ത് നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളും ഒക്കെ തന്നെ കാണത്തുള്ളൂ. അന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വയസ്സാകുമ്പോൾ നിന്നെ നോക്കാൻ എന്നൊരു രീതിയിലാണ്. പക്ഷെ ഇപ്പോൾ പലവരും നമുക്കറിയാം, പല അമ്മമാരും ഇപ്പം വൃദ്ധസദനത്തിലും അവിടെയൊക്കെ ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഇവർക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മാത്രം മതിയില്ലേ, തൊട്ടടുത്ത് കിടക്കുന്നതാണ്. അപ്പൊ അത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ബാക്കി എല്ലാ കാര്യത്തിനും ഈ ഒരു ഫാമിലി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഈ ഫാമിലിയിൽ ഒരാൾക്കെതിരെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണനെ എനിക്ക് കുറച്ച് റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഈ 4 മക്കളെ വളർത്തി അത്രയും സ്ട്രോങ് ബോണ്ട് ഉള്ള ഒരു ഫാമിലി, ആ ഫാമിലിയിൽ ഒരാൾക്കെതിരെ ആരെന്ത് പറഞ്ഞാലും അത്രയും പേര് ഒന്നായിട്ട് നിന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ആ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലി ആയിരിക്കും. സോ അപ്പം അവര് മാത്രമല്ല, അവരുടെ ഫാമിലിയിൽ ഇൻവോൾവ് ആയിട്ടുള്ളതാണ് സ്വന്തം അമ്മയും. സോ മക്കളെ കെയർ ചെയ്യുന്നത് പോലെ സ്വന്തം അമ്മേനെയും കൂടെ നോക്കിക്കൂടെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സോ എന്തായാലും അവര് സ്ട്രൈക്കൊക്കെ നമുക്ക് നേരത്തെ തന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ വീഡിയോയിൽ തരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വീഡിയോസും ഫോട്ടോസും അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.